നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടോ, എൻ്റെ കോഴികളിട്ട മുട്ടയാണ്. ഞാൻ ഈ കോഴിക്ക് മുട്ട എന്ന് സ്ഥിരമായിട്ട് മുട്ടയിടുമ്പം കാൽസ്യത്തിൻ്റെ കുറവ് വരും. അത് പരിഹരിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇത് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായോ ആർക്കെങ്കിലും? ഇത് മുട്ടയുടെ തൊണ്ട് പൊടിച്ചെടുത്തതാണ്. ഞാനിത് പൊടിക്കുന്നതിന് മുമ്പ് വീഡിയോ എടുക്കാൻ മറന്നുപോയി. എനിക്ക് 5-6 കോഴിയുണ്ട്. അതിൻ്റെ മുട്ടയുടെ തൊണ്ട് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെക്കും. എന്നിട്ട് അത് കുറച്ച് ആയി കഴിയുമ്പോൾ ഇതുപോലെ പൊടിച്ചിട്ട് കോഴിയുടെ തീറ്റയ്ക്കകത്ത് തന്നെ ചേർത്ത് കോഴിക്ക് കൊടുക്കും. അപ്പോൾ കോഴിക്ക് കാൽസ്യത്തിൻ്റെ കുറവ്, എന്നും മുട്ടയിടുന്ന കോഴിയാകുമ്പോൾ കാൽസ്യത്തിൻ്റെ കുറവ് വരില്ല, അത് പരിഹരിക്കപ്പെടും. തീറ്റയുടെ കൂടെ ഇതും കൂടെ കോഴി തിന്നോളും. അല്ലെങ്കിൽ കക്ക നീറ്റി കുടിവെള്ളത്തിലിട്ട് കൊടുത്താൽ മതി കോഴിക്കെന്ന് പറയുന്നത്. അതിനെക്കാട്ടിലും എളുപ്പം ഇത് തന്നെ അങ്ങോട്ട് പൊടിച്ചിട്ട് കോഴിത്തീറ്റ, അത് കോഴിത്തീറ്റയോ ചോറോ അല്ലെങ്കിൽ എന്തെങ്കിലും പുഴുക്കിൻ്റെ ബാലൻസ് വരുന്നതോ അതിനകത്ത് ഇതും കൂടെ ചേർത്തിട്ട് ഞാൻ കോഴികൾക്ക് തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് പരീക്ഷിക്കാവുന്നതാണ്. ഏതെങ്കിലും കോഴിയുടെ പപ്പൊക്കെ പൊഴിഞ്ഞു പോവുകയാണെങ്കിൽ അത് കാൽസ്യത്തിൻ്റെയും വിറ്റാമിൻ്റെയും ഒക്കെ കുറവ് കൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ളവർക്കും മുട്ടയിടുമ്പം തോലുമുട്ട, അതായത് തോട് ഉറയ്ക്കാത്ത മുട്ടയിടും. അതിനൊക്കെയുള്ള പരിഹാരമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കും ഇത് ചെയ്യാവുന്നതാണ്. ഇതൊരൽപ്പം പഴഞ്ചോറാണ്. അതിൻ്റെ കൂടെ കപ്പ വേവിച്ചതിൻ്റെ ബാലൻസും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് ഇച്ചിരി മുട്ടത്തോട് പൊടിച്ച പൊടിയാണ്. ഇത് കോഴിക്കാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കോഴിക്ക് കൊടുക്കുകയാണ്. ഉണ്ടോ, മുട്ടത്തോട് പൊടിച്ച് ചേർത്ത ചോറ് കോഴി നല്ല സൂപ്പറായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ കോഴിയുടെ കാൽസ്യത്തിൻ്റെ, എന്നും മുട്ടയിടുന്ന കോഴികൾക്കാകുമ്പോൾ കാൽസ്യത്തിൻ്റെ കുറവ് വരും, അത് പരിഹരിക്കപ്പെടും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിവിടെ ഇച്ചിരി ഭക്ഷണത്തിൻ്റെ അവശിഷ്ടമൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി അരിയും കൂടി ഇട്ടു. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ഈ മുട്ടത്തോട് പൊടിച്ചതും കൂടെ ചേർക്കുകയാണ്. ഇനി ഇത് ഇളക്കി കോഴിക്ക് തന്നെ തീറ്റയായിട്ട് കൊടുക്കുക. അപ്പോൾ ആ മുട്ടത്തോടും കൂടെ കോഴി തിന്നോളൂ. അപ്പം മുട്ട ഇങ്ങനെ തോലുമുട്ട ഇടുന്ന അങ്ങനത്തെ അവസ്ഥയൊന്നും വരികയില്ല, കാൽസ്യത്തിൻ്റെ കുറവും വരികയില്ല. പിന്നെ കോഴിക്ക് നമ്മൾ കുമ്മായോ നീറ്റുകൊക്കെ നീറ്റിയിട്ട് അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ടിട്ട് ആ വെള്ളം കൊടുത്താലൊക്കെ നല്ല ഉറപ്പുള്ള തോടുള്ള മുട്ട കിട്ടുമെന്നാണ് പറയുന്നത്. കോഴിക്ക് കാൽസ്യത്തിൻ്റെ കുറവ് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ കോഴിയുടെ മുട്ട വീട്ടിൽ ഉപയോഗിക്കുന്നതിൻ്റെ മൊത്തം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കും. എന്നിട്ട് കോഴിക്ക് തന്നെ കൊടുക്കും. കോഴിക്ക് തീറ്റ കാണുമ്പോഴേ താല്പര്യം വരണ്ടേ, അതിന് വേണ്ടി ഞാൻ എൻ്റെ ചോറും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് കൊണ്ട് കോഴിക്കൂട്ടിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ കോഴികൾ. ഞാനിവിടെ പാത്രമായിട്ട് വന്ന കണ്ടുകൊണ്ട് എൻ്റെ പുറകെ ഓടി വന്നിരിക്കുകയാണ്. ഇതാണ് കോഴിക്ക് തീറ്റിയിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. എല്ലാം കയറിയില്ല, 3 ഓടി വന്ന് കയറിയിട്ടുണ്ട്. മറ്റുള്ളത് ഇവിടെ നിൽപ്പുണ്ട്. എന്നെ ചെയ്യണം, കയറണോ വേണ്ടതെന്നൊക്കെ ആലോചിച്ചുണ്ട്. പിന്നെ ഞാൻ കൊടുക്കുന്നത് ചീര അരിഞ്ഞിട്ടാണ്.